റാഫേൽ മെസ്സി ബൗലി എന്ന് പറയുന്ന കാമറൂൺ താരം വീണ്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കല്ല ഈസ്റ്റ് ബംഗാളിലേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ്. ഒരു മിഡ് സീസണൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഫെബ്രുവരി മാസമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം എത്തുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു താരം തന്നെയാണ് ഇദ്ദേഹം. കാരണം 2019-20 സീസണിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. 17 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളും 2 അസിസ്റ്റും ഒക്കെ അദ്ദേഹത്തിന് അന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. ഒരു നല്ല പ്രകടനം തന്നെയാണ് ആ സീസണിൽ അദ്ദേഹം നടത്തിയത്. മാത്രമല്ല ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഇപ്പോൾ എൽക്കോ ഷട്ടോറിയുടെ ആദ്യ 11 ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ഒന്നുമല്ല. പിന്നീട് ഇഞ്ചുറികളൊക്കെ പ്രശ്നമായപ്പോഴാണ് പിന്നീട് ഒരു ഡബിൾ സ്ട്രൈക്കർ സിസ്റ്റത്തിലേക്ക് കളിപ്പിക്കുന്ന രീതിയിലേക്ക് വരുന്നതും അദ്ദേഹം ഒരു പ്രധാന താരമായി മാറി ഒരു മികച്ച പെർഫോമൻസ് തന്നെ അദ്ദേഹത്തിന് നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇന്ത്യ വിട്ട ശേഷം അദ്ദേഹം ചൈനയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ചൈനീസ് ലീഗ് 1 ക്ലബ്ബുകൾ, ഡിഫറെൻറ്റ് ക്ലബ്ബുകളിലും അദ്ദേഹം കളിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കാലയളവിൽ അദ്ദേഹം ഏതാണ്ട് 134 മത്സരങ്ങളിൽ നിന്ന് 60 ഗോളും 20 അസിസ്റ്റും, അത് അത്യാവശ്യം ഒരു നല്ല നമ്പർ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറയുന്ന സമയത്ത് ഒരു ഗോൾ സ്കോറർ എന്ന ഉപരി അദ്ദേഹം ഒരു ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഒബ്ഗച്ചെ ആയിട്ടുള്ളൊരു കോമ്പിനേഷനിൽ ഒബ്ഗച്ചെ ആ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളൊരു താരമായിട്ട് മാറിയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഫാക്ടർ തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കളി രീതി അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യും. എസ്പെഷ്യലി ലോങ് ബോളിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്ലെയറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്കോർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. ഇപ്പം ദിമി എന്ന് പറയുന്ന ഒരു താരത്തിന് ഇപ്പം ഗോൾഡൻ ബൂട്ട് നേടിയിട്ട് ഈ സീസണിലേക്ക് ഈസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോൾ അത്രമേലൊരു ഗോൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അവിടെ ഒരു 4-4-2 കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ റാഫേൽ മെസ്സി ബൗലിയെ ദിമിക്കൊപ്പം ആ ഒരു മുന്നേറ്റത്തിൽ കളിപ്പിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് അതൊരു ഗുണകരമായിട്ട് മാറുമെന്നുള്ളതാണ്. ഇപ്പം പെപ്ര ദിമി ആ ഒരു കോംബോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് എത്രത്തോളം പെപ്രയുടെ ആ ഒരു ഗോൾ അത്രമേൽ അടിക്കുന്നില്ലെങ്കിൽ അത് ദിമിക്ക് എത്രമാത്രം ഗുണകരമായിട്ടുണ്ടെന്നുള്ളത്. അപ്പം അതിനേക്കാൾ ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻ തന്നെയാണ് മെസ്സി ബൗലി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻകാല കളികൾ ഇപ്പം ISL വന്ന് കളിച്ചിട്ടുള്ളൊരു രീതിയൊക്കെ വെച്ച് അതിനുശേഷം ഇപ്പോൾ 5 വർഷങ്ങളായി എങ്കിലും പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു നമ്പേഴ്സ് ചൈനീസ് ലീഗ് 1 നമ്പേഴ്സ് വളരെ പ്രോമിസിങ് ആണ് എന്നുള്ളതും നമുക്ക് പറയാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഇവിടെ വന്ന് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടതാണ്. ഇനി ഏത് താരത്തിന് പകരം എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്ന കാര്യം. ഹിജാസി മെഹർ എന്ന് പറയുന്ന ഡിഫൻഡർക്ക് പകരക്കാരനായിട്ടാണ് എത്തിക്കുന്നത്. കോച്ചിനൊരു അറ്റാക്കർ ആവശ്യമാണ് എന്നുള്ള സാഹചര്യത്തിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അവരുടെ ടീമിൽ ദീമിയുണ്ട്, ക്ലൈറ്റൻ ഉണ്ട്, ഇപ്പം സെലിസ എന്ന് പറയുന്ന പുതിയ താരത്തേക്ക് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നാലെയാണ് മെസ്സി ബൗലിയെ കൂടി എത്തിച്ച് അവർ അറ്റാക്കിങ് ഒരു ശക്തിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സീസണിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് മികച്ച പ്രകടനം ചൈനീസ് ലീഗ് 1 നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 27 മത്സരങ്ങളിൽ നിന്ന് 14 ഗോളും 5 അസിസ്റ്റുമാണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തത്. അത് അത്യാവശ്യം നല്ലൊരു നമ്പറാണ്. പിന്നെ ചൈനയിലെ ഒരു ലീഗ് നടക്കുന്നത് ഈ പറഞ്ഞ പോലെ അടുത്ത ലീഗ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ഫ്രീ ഏജൻ്റായിട്ട് നിൽക്കുകയാണ്. ഈ നവംബർ വരെയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം അത്യാവശ്യം ഒരു നല്ല സൈനിങ് ആണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ പറയേണ്ടത്. മുൻ കാമറൂൺ ഇൻ്റർനാഷണൽ താരം, മുൻ KBFC താരം ഇന്ത്യയിലേക്ക് എത്തും. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് സൈനിങ് ഓഫ്.